എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് +2 മാത്സ് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാമെന്നാണ്. സാധാരണ സ്കൂളിൽ ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ചെയ്യുന്നത്. സ്കൂളിലെ ടെക്സ്റ്റിന്റെ ഓർഡറിലും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? കൺസെപ്റ്റ് വൈസ് ആണ് നമ്മൾ മാത്സിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നു, അതിന്റെ മെത്തേഡ് അനുസരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ഓരോ സെക്ഷൻസ് ആയിട്ട് ആ സെക്ഷനിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 സെക്ഷൻ ചെയ്തു. ഏതൊക്കെയാണ്? ഫോർമേഷൻ ഓഫ് മെട്രിക്സ്, മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുമെന്നും പഠിച്ചു. അതുപോലെ തന്നെ ഓർഡർ ഓഫ് മെട്രിക്സ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടും ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. ഏതൊക്കെ ടൈപ്സ് മെട്രിക്സ് ഉണ്ട്, അതുകൂടാതെ തന്നെ ഈക്വൽ മെട്രിക്സിന് കുറച്ച് പ്രോബ്ലംസും. അത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് എടുത്ത് മുന്നിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എക്സാംസിന് ചോദിക്കുന്ന ടെക്സ്റ്റിനകത്ത് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പൊ അതിലും ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സെക്ഷനിലും ആദ്യം ചെയ്തു പോകുന്നത്. സോ ഓർഡർ ചിലപ്പോൾ ഡിഫറൻസ് വരും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻ, കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻ, അങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും നോർമൽ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ടൈപ്സ് ഓഫ് മെട്രിക്സസ്. അപ്പോൾ ഇത്രയും നേരം പഠിച്ചിരുന്നത് മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, അതിൻ്റെ ഓർഡർ, ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി ഏതൊക്കെ ടൈപ്പ് മെട്രിക്സ് ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് മെട്രിക്സ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അത് ബേസ് ചെയ്ത് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മെട്രിക്സിൻ്റെ ബേസിക് ആണ് ഇത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് കോളം മെട്രിക്സിലേക്ക് പോകാം. പേര് പോലെ തന്നെയാണ്. കോളം മെട്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ ഓൺലി ഹാവ് 1 കോളം, ഒരൊറ്റ കോളം മാത്രമേ കാണത്തുള്ളൂ. റോസ് ചിലപ്പോൾ 2 റോസ് ആയിരിക്കും, 3 റോസ് ആയിരിക്കും, 4 റോസ് ആയിരിക്കും, 10 റോസ് ആയിരിക്കും, 15 റോസ് ആയിരിക്കും. എത്രയാണെങ്കിലും കോളം എന്ന് പറയുന്ന ഒന്നേ കാണത്തുള്ളൂ. ഇവിടെ ഒരൊറ്റ കോളമേ ഉള്ളൂ. 2, 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോളമേ ഉള്ളൂ. പക്ഷേ റോ വന്നപ്പോഴോ 2 എന്ന് പറയുന്ന റോ ഉണ്ട്, 3 എന്ന് പറയുന്ന റോ ഉണ്ട്, 4 എന്ന് പറയുന്ന റോ ഉണ്ട്, 5 എന്ന് പറയുന്ന റോ ഉണ്ട്. അങ്ങനെ 4 റോസ് ഉണ്ട്. പക്ഷേ കോളം ഒറ്റ കോളമേ ഉള്ളൂ. ദാറ്റ് ഈസ് 4/1 മെട്രിക്സ് ആണ് ഇതിൻ്റെ ഓർഡർ. നെക്സ്റ്റ് XYZ വന്നിരിക്കുന്നു. XYZ വന്നിരിക്കുമ്പോൾ എത്ര കോളം ഉണ്ട്? ഒരു കോളമേ ഉള്ളൂ. റോ എന്ന് പറയുന്നത് എക്സ് ഫസ്റ്റ് റോ ആണ്, സെക്കൻഡ് റോ Y ആണ്, തേർഡ് റോ Z. സോ ഓർഡർ എന്ന് പറയുന്നത് 3/1. ഇവിടെ 1 കോളമേ ഉള്ളൂ. ഒരു കോളമേ ഉള്ളെങ്കിൽ അതിനെയാണ് കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. ഇനി റോ മെട്രിക്സ് ആകുമ്പോഴോ അതും ഇതുപോലെ തന്നെയാണ്. ഓൺലി ഹാവ് 1 റോ. എത്ര കോളം വേണമെങ്കിലാകാം, പക്ഷേ റോ ഒന്ന് മാത്രമേ ആകും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 2, 3, 4, 5. ഇവിടെ എത്ര കോളംസ് വന്നിട്ടുണ്ട്? 2 ഒരു കോളമാണ്, 3 ഒരു കോളമാണ്, 4, 5 ഇതെല്ലാം എന്താണ്? കോളംസ് ആണ്. 4 കോളം ഉണ്ട്. പക്ഷേ റോ ഒരൊറ്റ റോയേ ഉള്ളൂ. 2, 3, 4, 5 എന്ന് പറയുന്ന ഒരൊറ്റ റോയേ ഉള്ളൂ. സോ അത് 1/4 മെട്രിക്സ് ആണ്. ഇനി അടുത്ത ഒരു 1/2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. 1 റോയും 2 കോളംസും, 2ഉം 8ഉം ആണ് 2 കോളംസ്. നെക്സ്റ്റ് വന്നപ്പോൾ XY. ഈ മെട്രിക്സിനകത്ത് നമുക്ക് നമ്പേഴ്സ് മാത്രമല്ല, വേരിയബിൾസും XY എന്നും ABCD എന്നും എല്ലാം വരാൻ പറ്റും. സോ ഇതും ഒരു 1/2 മെട്രിക്സ് ആണ്, 1 റോ മാത്രമുള്ളത്. ഓക്കെ, ഇനി സ്ക്വയർ മെട്രിക്സ്. പേര് പോലെ തന്നെയാണ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ലെങ്തും ബ്രെഡ്ത്തും ഈക്വൽ ആയിരിക്കും. ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ മെട്രിക്സ് എഴുതുമ്പോൾ സൈഡ്സ് ഈക്വൽ പോലെ തോന്നിക്കും. അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആവും. ഇറ്റ് ഹാസ് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. 2/2 മെട്രിക്സ് ആകാം, 3/3 മെട്രിക്സ് ആകാം, 4/4 മെട്രിക്സ് ആകാം, 5/5 മെട്രിക്സ് ആകാം. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്ന എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി വരുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സും സ്ക്വയർ മെട്രിക്സിൻ്റെ വേറൊരു ടൈപ്പ് തന്നെയാണ്. ഡയഗണൽ മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം 0 ആയിരിക്കും. അതായത് റൈറ്റിലേക്ക് നമ്മളൊരു ഡയഗണൽ വരയ്ക്കുകയാണ്, സ്ക്വയർ എടുത്തു, റൈറ്റിലേക്ക് നമ്മൾ ഡയഗണൽ വരയ്ക്കുകയാണ്. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം 0. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് കേസ് 3/3 മെട്രിക്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 1, 0, 0, 0, -2, 0, 0, 0, 3. ആ 1, -2, 3 എന്ന് പറയുന്ന ഡയഗണൽ എലമെൻറ്റ്സ്. എപ്പോഴും റൈറ്റിലേക്ക് നമ്മൾ ഡയഗണൽ എടുക്കുള്ളൂ. ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും റൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ് ഡയഗണലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതൊഴിച്ച് ബാക്കി എല്ലാ 0s വരികയാണെങ്കിൽ അതാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം, ഈ ഡയഗണലായിട്ട് വന്നിരിക്കുന്ന എലമെൻറ്റ്സിനെയാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെൻറ്റ്സ് മാത്രം നോൺ 0 ആയിരിക്കും. അതിപ്പോൾ മൈനസ് ആകാം, പ്ലസ് ആകാം, 1 ആകാം, 2 ആകാം, ഏത് നമ്പർ വേണോ ആകാം. ഈവൻ XYZ വേരിയബിൾസോ എന്തോ ആകാം.
പക്ഷേ ബാക്കിയുള്ളതെല്ലാം നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. വേറെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, വേറൊരു 3x3 മെട്രിക്സ്. ഇവിടുത്തെ ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 2, 8, 7. ബാക്കി നോൺ ഡയഗണൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം എന്താണ്? സീറോസ് ആണ്. നെക്സ്റ്റ് സ്കെയിലാർ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സിൻ്റെ വേറൊരു ഫോമാണ്. ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, 3, 0, 0, 0, 3, 0, 0, 0, 3. ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്താണ്? സെയിം ആണ്. രണ്ടാമത്തെ നോക്കി, 2x2 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. -1, 0, 0, -1. ഇവിടെയും ഡയഗണൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? -1, -1. അതും സെയിം ആണ്. അടുത്തത് നോക്കി, 6, 0, 0, 6. ഇവിടെയും ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? സെയിം ആണ്, രണ്ടും 6 ആണ്. അപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ അതിനെയാണ് സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അറിഞ്ഞിരിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സ്കെയിലാർ മെട്രിക്സ് ആണെന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് 1 ആകാവൂ. നമ്മൾ ആദ്യം ഡയഗണൽ മെട്രിക്സ് പറയുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ചുള്ള ബാക്കിയെല്ലാം 0. ഡയഗണൽ എലമെൻറ്റ്സ് എന്ത് വേണോ ആകാം. രണ്ടാമത് സ്കെയിലാർ മെട്രിക്സ് പറഞ്ഞപ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ഏത് നമ്പറാണോ ആ നമ്പർ ആണെങ്കിൽ 5 ആണെങ്കിൽ മൊത്തം 5 ആയിരിക്കണം ഡയഗണൽ എലമെൻറ്റ്സ്, ബാക്കി സീറോസ്. 3 ആണെങ്കിൽ മൊത്തം 3. പക്ഷേ ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുമ്പോൾ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിരിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2x2 മെട്രിക്സ് 1, 0, 0, 1. 3x3 മെട്രിക്സ് ആകുമ്പോഴോ 1, 0, 0, 0, 1, 0, 0, 0, 1. ഇനിയുള്ളതാണ് ഈക്വൽ മെട്രിക്സ്. ഈക്വൽ മെട്രിക്സിൻ്റെ ബേസിസിലാണ് ആദ്യം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് 2 മെട്രിക്സസ് ആർ ഈക്വൽ ദെൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ. അതായത് ഈക്വൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. ഏതെങ്കിലും ഒരു വാല്യൂ അൺനോൺ ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് എലമെൻറ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആദ്യത്തെ മെട്രിക്സ് നോക്കിയാൽ 2, 3, 1, x ആണ് ഇവിടെ അൺനോൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് നോക്കാം. ഇവിടെ 2ൻ്റെ കറസ്പോണ്ടൻ്റ് അപ്പുറത്തെ മെട്രിക്സിൽ 2 തന്നെയാണ്. 3യുടെ കറസ്പോണ്ടൻ്റ് തൊട്ടപ്പുറത്തെ മെട്രിക്സിൽ 3 തന്നെയാണ്. 1ൻ്റെ കറസ്പോണ്ടൻ്റ് അടുത്ത മെട്രിക്സിൽ 1 തന്നെയാണ്. സോ എക്സിൻ്റെ കറസ്പോണ്ടൻ്റ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? -8. സോ എക്സ് ഈക്വൽ എന്തായിരിക്കും? -8 ആയിരിക്കും. ഇപ്പോൾ 2 മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് ഈക്വൽ മെട്രിക്സ്. സോ നമുക്ക് ഈ സെക്ഷനിൽ ഈക്വൽ മെട്രിക്സിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, മൂന്നാമത്തെ സെക്ഷനാണ് ഈക്വൽ മെട്രിക്സ്. ഇപ്പോൾ ഇതാ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ABC1 രണ്ടാമത്തെ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 9, 8, 2, 1. നമ്മൾ എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്. ഈക്വൽ മെട്രിക്സ് എന്നല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്, രണ്ടിൻ്റെയും ഇടയ്ക്ക് ഈക്വൽ ഇട്ടിട്ടുണ്ട്. സോ ഇത് ഈക്വൽ മെട്രിക്സ് ആണ്. ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. സോ എയുടെ സ്ഥാനത്ത് എന്ത് വരും? 9 ആണ് കൊടുത്തിരിക്കുന്നത്. ദെർഫോർ A is equal to 9. ബിയുടെ സ്ഥാനത്ത് 8 ആണ്. B is equal to 8. സിയുടെ സ്ഥാനത്ത് എന്താണ്? കറസ്പോണ്ട് ആയിട്ട് വരുന്ന വാല്യൂ 2 ആണ്. സോ C is equal to 2. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ, അതായത് 4x3 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അല്ല, 4x3 അല്ല, 3x4 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. 3 റോസും 4 കോളംസും 3x4 മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ഒന്ന് നോക്കിയാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാം, എന്നിട്ട് അടുത്ത വാല്യൂയിലേക്ക് പോകാം. എക്സ് ഏറ്റവും ലാസ്റ്റ് ഫസ്റ്റ് റോയിൽ ഏറ്റവും ലാസ്റ്റ് കോളമാണ് എക്സ്. ഇപ്പോഴത്തെ ഫസ്റ്റ് കോളത്തിൽ ഫസ്റ്റ് റോയിൽ ഏറ്റവും ലാസ്റ്റ് ഏതാണ്? 6 ആണ് കൊടുത്തിരിക്കുന്നത്. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 6. നെക്സ്റ്റ് വൈ എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം. അപ്പോൾ ഇവിടെയും സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളം ഏതാണ്? 12. ദെർഫോർ വൈ ഈസ് ഈക്വൽ ടു 12. ഇനി ഇസഡ് നോക്കിയേ, സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളമാണ് ഇസഡ്. അപ്പോൾ ഇവിടെയും സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളം 24. ദെർഫോർ ഇസഡ് ഈസ് ഈക്വൽ ടു 24. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ പി ക്യു ആറും കണ്ടുപിടിക്കാമല്ലോ. പിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 3 ആണ് കൊടുത്തിരിക്കുന്നത്. ദെർഫോർ പി ഈസ് ഈക്വൽ ടു 3. ക്യൂവിൻ്റെ സ്ഥാനത്ത് ക്യൂ തേർഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലാണ് ക്യൂ. ഇവിടെ അപ്പോൾ തേർഡ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ 5 ആണ്. ദെർഫോർ ക്യൂ ഈസ് ഈക്വൽ ടു 5. ദെൻ ആർ എത്രാമതാണ്? തേർഡ് റോയിൽ തേർഡ് കോളം. സോ തേർഡ് റോയിൽ തേർഡ് കോളം ഇവിടെ 49. അങ്ങനെ പി ക്യു ആറും കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് പോകാം. അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു
നോർമലി നിങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്ന പോലെയോ ട്യൂഷൻ സെൻറ്റേഴ്സ് ചെയ്യുന്ന പോലെയോ അല്ല ഞാനിവിടെ മാത്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടി അതിൻ്റെ ഓർഡർ വൈസ്, അതായത് മെത്തേഡ്സ്, ഓരോ മെത്തേഡ് ബേസിസിൽ പ്രോബ്ലംസിനെ അത് മാറ്റി മാറ്റി എഴുതിയിരിക്കുകയാണ്, സോർട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ്. സോ ടെക്സ്റ്റിലെ ഓർഡർ ആയിരിക്കത്തില്ല ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ സെയിം ഓർഡർ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എപ്പോഴും സെയിം ഓർഡർ ആയിരിക്കത്തില്ല, ഒരേ ഓർഡറിലായിരിക്കത്തില്ല നമ്മൾ ചെയ്തു പോകുന്നത്. ഒരു മെത്തേഡ്, ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈക്വൽ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്യും. അത് ചിലപ്പോൾ 2-3 പേജ് അപ്പുറമായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിരിക്കാം, ചിലപ്പോൾ ടെക്സ്റ്റിന് ലാസ്റ്റ് ആയിരിക്കാം, അതൊന്നും നോക്കത്തില്ല. ഈ മെത്തേഡിൽ വരുന്ന പ്രോബ്ലംസാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ മെത്തേഡിൽ വരുന്ന പ്രോബ്ലംസ് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ മെത്തേഡിൽ വന്നിരിക്കുന്നത്. സോ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എക്സസൈസ് 3.1 6th ക്വസ്റ്റ്യൻ, എക്സസൈസ് 3.1 7th ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 5 ഒക്കെ ടെക്സ്റ്റിൽ സോൾവ് ആയിരിക്കും, എങ്കിലും ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സാമ്പിൾ 4, പിന്നെ എക്സസൈസ് 3.1 9th ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മെത്തേഡിൻ്റെ ഓർഡറിൽ മാത്രമല്ല സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിന് ഡിഫിക്കൽട്ടി അനുസരിച്ച് കൂടിയാണ് സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരിക്കും, മുന്നോട്ട് പോകുന്നതനുസരിച്ച് കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സസൈസ് 3.1 6th ക്വസ്റ്റ്യൻ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഫ്രം ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ്. 2 മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, 2 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഈക്വൽ സിമ്പിൾ ഇട്ടിട്ടുള്ളൂ, 2 മെട്രിക്സും ഈക്വൽ ആണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം കണ്ടുപിടിക്കാം. എക്സിൻ്റെ സ്ഥാനത്ത് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? എക്സിൻ്റെ വാല്യൂ നോക്കാം, അല്ലെങ്കിൽ വൈയുടെ വാല്യൂ നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് നോക്കേണ്ട എപ്പോഴും എന്ത് കാര്യമാണ്? മെട്രിക്സ് ഈക്വൽ ആണോ നോക്കുക. സിൻസ് മെട്രിക്സ് ആർ ഈക്വൽ, ദർ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഓൾസോ ഈക്വൽ. മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആയിരിക്കും. ആദ്യം നമുക്കിവിടെ 4ൻ്റെ നേരെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? വൈ ആണ്. therefore y is equal to 4. ഇനി എക്സിൻ്റെ കറസ്പോണ്ടിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ്? 1. therefore x is equal to 1. ഇനി ഇസഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 3. therefore z is equal to 3. വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാം ഈ ക്വസ്റ്റ്യൻ. 3.1 6th ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്, ഈ മെത്തേഡ് ബേസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ ആൻഡ് ഇസഡ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. ഇപ്പോൾ ഇനി ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഒന്ന് വലുതായി തുടങ്ങി. ഇക്വേഷനൊക്കെ ഫോം ചെയ്താണ് നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എഴുതി നോക്കിയാൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, വൈ, ഇസഡ്, 3ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇക്വേഷൻ ബേസിൽ ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് ഇവിടെ 6 ആണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ മെട്രിക്സ്. therefore എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം, അത് ഫസ്റ്റ് ഇക്വേഷൻ. അതുപോലെ 5 പ്ലസ് ഇസഡിൻ്റെ സ്ഥാനത്ത് 5 ആണ് കൊടുത്തിരിക്കുന്നത്. therefore 5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാം. എക്സ് വൈയുടെ സ്ഥാനത്ത് 8 ആണ് കൊടുത്തിരിക്കുന്നത്. therefore എക്സ് വൈ ഈസ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഓരോ ഇക്വേഷൻ എടുത്ത് സോൾവ് ചെയ്യാം. നമുക്ക് എളുപ്പം സോൾവ് ചെയ്യാൻ ഏത് ഇക്വേഷൻ പറ്റും അത് നോക്കി വേണം സോൾവ് ചെയ്യാൻ. സോ ഈ 3 ഇക്വേഷനിലും ഏറ്റവും എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസ് കുറഞ്ഞത് സെക്കൻഡ് ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കാരണം അതിനകത്ത് ഇസഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇസഡ് എന്താണ് കൊടുത്തിരിക്കുന്നത്? സെക്കൻഡ് ഇക്വേഷൻ 5 പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഇസഡ് അവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാം? പ്ലസ് 5നെ ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും? ഇസഡ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 5 ആവും. പ്ലസ് 5 ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 5 ആവും. 5 മൈനസ് 5 0. ഇസഡ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഇസഡ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 6. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമുക്ക് വൈനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. പ്ലസ് വൈ ആണ്, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പ്ലസ് വൈ മൈനസ് വൈ ആവും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 6 മൈനസ് വൈ എന്നാവും. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ വാല്യൂ മൂന്നാമത്തെ ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കുക. എന്താണ് മൂന്നാമത്തെ ഇക്വേഷൻ? എക്സ് വൈ ഈസ് ഈക്വൽ ടു 8 അല്ലേ. എക്സ് വൈ ഈസ് ഈക്വൽ ടു 8 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഒന്ന് ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 6 മൈനസ് വൈ. എക്സ് എന്ന് പറയുന്നത് 6 മൈനസ് വൈ എന്ന് നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്ത് വെച്ചു. ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എക്സ് വൈ ഈസ് ഈക്വൽ ടു 8ൻ്റെ സ്ഥാനത്ത് എക്സിനെ പകരം പുട്ട് എക്സ് ഈസ് ഈക്വൽ ടു 6 മൈനസ് വൈ. അപ്പോൾ എന്താവും ഇക്വേഷൻ? therefore 6 മൈനസ് വൈ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 8. അപ്പോൾ വൈ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 6 ഇൻറ്റു വൈ 6y ആകും.
മൈനസ് വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 8 എന്നാകും. ഓക്കെ, അപ്പോൾ എന്താവും? ഇതിനെ നമുക്കൊന്നുകൂടെ മാറ്റി എഴുതാൻ വേണ്ടി എല്ലാത്തിനെയും മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ സൈൻസ് എല്ലാം മാറും. പ്ലസ് ആയിട്ടുള്ളതെല്ലാം മൈനസ് ആവും, മൈനസ് ആയിട്ടുള്ളതെല്ലാം പ്ലസ് ആവും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? വൈ സ്ക്വയർ മൈനസ് 6y ഈസ് ഈക്വൽ ടു -8. ഇനി -8നെയും കൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? വൈ സ്ക്വയർ മൈനസ് 6y പ്ലസ് 8 ഈസ് ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന്. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വെച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് സോൾവ് ചെയ്യാം. അതിനെക്കാട്ടൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ സെൻറ്ററിലെ നമ്പർ, അതായത് 6y -6 ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയെന്ന് നോക്കുക. അതേ രണ്ട് നമ്പേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് ഈ 8 എന്ന് പറയുന്ന നമ്പറും കിട്ടുന്നത്. അതായത് a പ്ലസ് ബി ആണ് 6ഉം a ഇൻറ്റു ബി ആണ് 8ഉം. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്തു പോകാം. അപ്പോൾ ഏത് രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്താലാണ് -6 കിട്ടുന്നത്? 2ഉം 4ഉം ആഡ് ചെയ്താൽ 6 കിട്ടും. അപ്പോൾ -6 ആണെങ്കിൽ രണ്ടും എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. അതേപോലെ -2ഉം -4ഉം ആഡ് ചെയ്യുമ്പോൾ -6 കിട്ടും. അതേ -2ഉം -4ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എന്ത് കിട്ടും? 8 കിട്ടും. ഇതൊരു കോമൺ സെൻസ് ആണ്. കുറച്ച് മാത്സിൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാവും. 10th നിങ്ങളത് പഠിച്ചതായിരിക്കും ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്ത്. സോ നമുക്ക് വൈയുടെ വാല്യൂസ് കിട്ടി. y ഈക്വൽ ടു എന്താണ്? മൈനസ് ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, y ഈക്വൽ ടു 2ഉം y ഈക്വൽ ടു 4ഉം ആവും. സോ വൈക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഈ രണ്ട് വാല്യൂസ് വെച്ച് നമുക്ക് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. അത് നമുക്ക് y ഈക്വൽ ടു 2 ഇട്ട് കൊടുക്കാം. വെൻ y ഈക്വൽ ടു എക്സ് എന്താവും? എക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു 6 മൈനസ് y. therefore x ഈക്വൽ ടു 6 മൈനസ് 2, ദാറ്റ് ഈസ് x ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദെൻ വെൻ y ഈക്വൽ ടു 4 ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താകും? x ഈക്വൽ ടു 6 മൈനസ് വൈയുടെ സ്ഥാനത്ത് y-ൻ്റെ അവിടെ എന്തിട്ട് കൊടുക്കാം? 4 ആകും. ദാറ്റ് ഈസ് x ഈക്വൽ ടു 6 മൈനസ് 4 എന്നാകും. therefore x ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടി. x ഈക്വൽ ടു 2, y ഈക്വൽ ടു 4, z ഈക്വൽ ടു 0. അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു y. അപ്പോൾ x ഈക്വൽ ടു 4 വരുവാണെങ്കിൽ y ഈക്വൽ ടു 2, z ഈക്വൽ ടു 0. ഇനി എൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വലുതായാണ് വരുന്നത്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് x, y ആൻഡ് z ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. x പ്ലസ് വൈ പ്ലസ് z ഈക്വൽ ടു 9, x പ്ലസ് z, അതുപോലെ തന്നെ y പ്ലസ് z ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനെ നേരത്തെ എന്ത് ചെയ്യാം? നേരത്തെ പോലെ തന്നെ ഇക്വേഷനാക്കി മാറ്റി എഴുതാം. x പ്ലസ് വൈ പ്ലസ് z ഈക്വൽ ടു 9 എന്ന് എഴുതാം, x പ്ലസ് z ഈക്വൽ ടു 5 എന്ന് എഴുതാം, y പ്ലസ് z ഈക്വൽ ടു 7 എന്ന് എഴുതാം. നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് പതുക്കെ സോൾവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. വേരിയബിൾസ് കുറഞ്ഞ ഇക്വേഷൻ വേണം ആദ്യം സോൾവ് ചെയ്യാൻ എടുക്കാൻ. സോ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എടുത്തു. സെക്കൻഡോ തേർഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ സെക്കൻഡാണ് എടുത്തത്. അപ്പോൾ സെക്കൻഡ് എടുക്കുമ്പോൾ എന്തായി? x പ്ലസ് z ഈസ് ഈക്വൽ ടു 5 ആണ്. therefore x ഈസ് ഈക്വൽ ടു എന്താവും? പ്ലസ് z അപ്പുറത്തുമ്പോൾ -z ആവും, 5 - z ആവും. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. അതുപോലെ തേർഡ് ഇക്വേഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡെറൈവ് ചെയ്ത് വയ്ക്കാം. y പ്ലസ് z ഈസ് ഈക്വൽ ടു 7 ആണ്. പ്ലസ് z ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -z ആവും, y ഈസ് ഈക്വൽ ടു 7 - z എന്നും ആവും. ഇനി ഈ വാല്യൂസ്, അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. പുട്ടിങ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്താവും? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് x പ്ലസ് വൈ പ്ലസ് z ഈസ് ഈക്വൽ ടു 9 ആണ്. അതിൽ എക്സിൻ്റെയും വൈയുടെ സ്ഥാനത്ത് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇട്ട് കൊടുക്കുക എന്താവും? 5 - z പ്ലസ് 7 - z പ്ലസ് z ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഇതിനകത്ത് -zഉം പ്ലസ് zഉം ക്യാൻസൽ ആയിപ്പോൾ ഞാൻ ആ ബ്ലൂ ലൈൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അറിയാൻ വേണ്ടി. പിന്നെ ബാക്കി എന്താ ഉള്ളത്? 5ഉം 7ഉം 12 ആണ്. പിന്നെ ഒരു -zഉം കൂടെ ഉണ്ട്. therefore 12 - z ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. 12 ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -12 ആവും. -z ഈസ് ഈക്വൽ ടു 9 - 12, ദാറ്റ് ഈസ് -z ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -3. മൈനസും ക്യാൻസൽ ആയിപ്പോൾ z ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ കിട്ടി. ഇസഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യാം അല്ലേ? ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി വാല്യൂസിനും കിട്ടും. പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 2. ഇക്വേഷൻ 2-നകത്ത് ഇസഡിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ 2 എന്താണ്? x പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു 5 എന്നാണ്. therefore x പ്ലസ് ഇസഡിൻ്റെ സ്ഥാനത്ത് 3, x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 5 എന്നാകും. പ്ലസ് 3 ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? -3 ആവും. x ഈസ് ഈക്വൽ ടു 5 - 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ കിട്ടി 2. ഇതുപോലെ ഇസഡിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? ഇക്വേഷൻ 3-കകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 3 ഇൻ ഇക്വേഷൻ 3.
ഇക്വേഷൻ 3 എന്ന് പറയുന്നത് y പ്ലസ് ഇസഡ് ഈസ് ടു 7 ആണ്. ഇസഡിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുത്തു. ദെയർഫോർ y പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7 എന്നാകും. y ഈസ് ഈക്വൽ ടു 7 മൈനസ് 3, ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പോൾ എല്ലാ വാല്യൂസും ആയില്ലേ? x ഈസ് ഈക്വൽ ടു 2 കിട്ടി, y ഈസ് ഈക്വൽ ടു 4 കിട്ടി, z ഈസ് ഈക്വൽ ടു 3 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. 3.1-ലെ 7th ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലാണ് വന്നിരിക്കുന്നത്, പക്ഷേ അടുത്തത് കറക്റ്റ് ആയിരിക്കത്തില്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ബി സി ആൻഡ് ഡി ഫ്രം ദ ഇക്വേഷൻ. കുറച്ചുകൂടെ വലിയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു ടഫ് ഓർഡർ കൂടിയാണ് വരുന്നത്, ക്വസ്റ്റ്യൻ വലുതായിക്കൊണ്ടേയിരിക്കും. സോ അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈസി ആയിട്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പോവുക. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചാലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതുപോലെ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ തന്നെ അപ്ലൈ ചെയ്യാം. അതായത് എ മൈനസ് ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? -1 ആണ്. ദെയർഫോർ 4 ഇക്വേഷൻസ് ഇതിനകത്ത് ഫോം ചെയ്യാം. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു -1, 2a മൈനസ് ബി ഈസ് ഈക്വൽ ടു 0, 2a പ്ലസ് സി ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? 5. അതുപോലെ 3c പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13. വാല്യൂസ് ക്വസ്റ്റ്യൻ നോക്കി അതുപോലെ 4 ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ഓരോ ഇക്വേഷൻസ് ആയിട്ട് സോൾവ് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള നോക്കി വേണം സോൾവ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2a സെക്കൻഡ് ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 2a മൈനസ് ബി ഈസ് ഈക്വൽ ടു 0. 2a മൈനസ് ബി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ മൈനസ് ബി അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 2a ഈസ് ഈക്വൽ ടു ബി എന്നാവും. ദെയർഫോർ a ഈസ് ഈക്വൽ ടു 2a എന്നും വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ല, എ അല്ല, ബി ഈസ് ഈക്വൽ ടു 2a എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ബിക്ക് ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? എ മൈനസ് ബി ഈസ് ഈക്വൽ ടു -1. ബിയുടെ വാല്യൂ ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2a. സോ അവിടെ നമുക്കവിടെ ഇട്ട് കൊടുക്കാം. പുട്ട് ബി ഈസ് ഈക്വൽ ടു 2a. ബിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക? 2a എന്ന് ഇട്ട് കൊടുക്കുക. ദെയർഫോർ എ മൈനസ് ബിയുടെ സ്ഥാനത്ത് എ മൈനസ് 2a ഈസ് ഈക്വൽ ടു -1 എന്നാകും. എ മൈനസ് 2a എന്ന് പറയുന്നത് -a ആണ്. -a ഈസ് ഈക്വൽ ടു -1 എന്നാവും. മൈനസും ക്യാൻസലായി എ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ എ 1 എന്ന് കിട്ടും. അപ്പോൾ ബി എത്ര ആയിരിക്കും? നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് 2a ആണ്. എയുടെ 2 ഇരട്ടിയാണ് ബി എന്ന് പറയുന്നത്. എ 1 ആകുമ്പോൾ ബി എത്ര ആയിരിക്കും? ബി ഈസ് ഈക്വൽ ടു 2. ബി യു ആയി. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് അടുത്ത പാർട്ടിലേക്ക് പോകാവൂ. ഓക്കെ, ദെൻ തേർഡ് പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം. സിയും ഡിയും കണ്ടുപിടിക്കാൻ നോക്കാം. സിയും ഡിയും കണ്ടുപിടിക്കാൻ വേണ്ടി തേർഡ് ഇക്വേഷൻ നമ്മൾ എടുത്ത് എഴുതണം. തേർഡ് ഇക്വേഷൻ എന്താണ്? തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 2a പ്ലസ് സി ഈസ് ഈക്വൽ ടു 5. ഇതാണ് തേർഡ് ഇക്വേഷൻ. നമുക്ക് അതിനകത്ത് മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. എയുടെ വാല്യൂ നമുക്കറിയാം, അപ്പോൾ അത് ഇട്ട് കൊടുക്കാമല്ലോ. എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 × 1 + c ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഈസ് 2 + c ഈസ് ഈക്വൽ ടു 5. c ഈസ് ഈക്വൽ ടു 5 - 2 എന്നാകും. ദാറ്റ് ഈസ് c ഈസ് ഈക്വൽ ടു 3. ഈസി ആയിട്ട് c കണ്ടുപിടിച്ചു. ഇനി 4 ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? 3c പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13. ഫോർത്ത് ഇക്വേഷനാണ്. 3c പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 13. സിയുടെ വാല്യൂ തൊട്ട് മുമ്പ് ഇപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. സിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 × 3 + ഡി ഈസ് ഈക്വൽ ടു 13 എന്നാകും. 3 × 3 9, 9 + ഡി ഈസ് ഈക്വൽ ടു 13. +9 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ -9. ഡി ഈസ് ഈക്വൽ ടു 13 - 9, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. സോ എല്ലാ വാല്യൂസും ആയി. എ ഈസ് ഈക്വൽ ടു 1 കണ്ടുപിടിച്ചു, ബി ഈസ് ഈക്വൽ ടു 2 കണ്ടുപിടിച്ചു, സി ഈസ് ഈക്വൽ ടു 3 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 4. 4 വാല്യൂസും ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വളരെ വലുതായിട്ട് തോന്നിയെങ്കിലും എളുപ്പമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. കുറച്ച് സ്റ്റെപ്സ് കൂടുതലേ ഉള്ളൂ. ഓക്കെ, ഇനി എക്സാമ്പിൾ 5. ടെക്സ്റ്റിനകത്ത് അതിൻ്റെ ആൻസർ ഉണ്ട്. എക്സാമ്പിൾ 5 എങ്കിലും നമുക്കത് ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സി ആൻഡ് ഡി ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. നേരത്തെ പോലെ തന്നെയാണ് എ ബി സിയും ഡിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നേരത്തെ സെയിം സ്റ്റെപ്പ് നമുക്ക് ഈ 4 ഇക്വേഷൻസ് നോക്കി എടുത്ത് എഴുതാം. എ ബി സിയുടെ ഇക്വേഷൻ 2a + b ഈസ് ഈക്വൽ ടു 4, 5c - d ഈസ് ഈക്വൽ ടു 11, a - 2b ഈസ് ഈക്വൽ ടു -3, 4c + 3d ഈസ് ഈക്വൽ ടു 24. 4 ഇക്വേഷൻസ് ആയി. ദെൻ എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് എടുത്ത് സോൾവ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഇത്തവണ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കും. എപ്പോഴും നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ എടുക്കുന്നത്. സോ ഇത്തവണ ഒരു ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഇക്വേഷൻ ഇംപ്ലൈസ് ദാറ്റ് 2a + b ഈസ് ഈക്വൽ ടു 4 ആണ്. സോ ഇതിനകത്ത് നിന്ന് നമുക്ക് b ലെഫ്റ്റ് സൈഡിൽ 2a റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? b ഈസ് ഈക്വൽ ടു 4 - 2a എന്നാവും. ഇനി ഈ 4 - 2a ബിയുടെ വാല്യൂ നമുക്ക് തേർഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ബി ഉള്ള ഇക്വേഷനകത്ത് ബിയുടെ വാല്യൂ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താകും? തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് a - 2b ഈസ് ഈക്വൽ ടു -3.
അവിടെ ബിയുടെ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എ മൈനസ് 2 ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കണം 4 മൈനസ് 2a ഈസ് ഈക്വൽ ടു -3 എന്നാകും. ദർഫോർ 2 അകത്ത് മൾട്ടിപ്ലൈ ആകുമ്പോൾ എ മൈനസ് 2 ഇൻറ്റു 4 8 പ്ലസ് 2 ഇൻറ്റു 2a മൈനസ് 2 ഇൻറ്റു മൈനസ് 2a ആണ്. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. 2 ഇൻറ്റു 2a 4a ദാറ്റ് ഈക്വൽ ടു -3 എന്ന് വരും. ഇനി സോൾവ് ചെയ്യാം. a പ്ലസ് 4a 5a ആണ്. -8 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും +8 ആവും. അപ്പോൾ 5a ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. a ഈസ് ഈക്വൽ ടു 5/5 ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എയുടെ വാല്യൂ കിട്ടി. നമുക്കിനി എന്ത് ചെയ്യാം, ഈ എയുടെ വാല്യൂ എടുത്ത് ഫസ്റ്റ് ഇക്വേഷനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4 അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിനകത്ത് എയുടെ സ്ഥാനത്ത് 1 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. ദർഫോർ 2 ഇൻറ്റു 1 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4 ദാറ്റ് ഈസ് 2 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 4. ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും 4 മൈനസ് 2 ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂയും കൂടെ ആയി. ഇനി കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്, ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഡിയുടെ വാല്യൂ നോക്കുക. ഡി വെച്ചുള്ള ഇക്വേഷൻ ഏതാണുള്ളത്, നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്താണ് 5c മൈനസ് ഡി ഈസ് ഈക്വൽ ടു 11 അല്ലേ. 5c മൈനസ് ഡി ഈസ് ഈക്വൽ ടു 11. സിയും കണ്ടുപിടിക്കണോ ഡിയും കണ്ടുപിടിക്കാനുണ്ട്. രണ്ട് വാല്യൂസും കൂടെ ഇനി കണ്ടുപിടിക്കാനുണ്ട്. സോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. 5c മൈനസ് ഡി ഈസ് ഈക്വൽ 11. അതിനകത്തെ 5c മൈനസ് ഡി ഈക്വൽ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും 11 പ്ലസ് ഡി എന്നാകും. ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കേണ്ടത്. അതുകൊണ്ട് ഡി ഈസ് ഈക്വൽ ടു പ്ലസ് 11 ഈക്വൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 5c മൈനസ് 11 എന്നാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതുപോലെ നമുക്ക് ഫോർത്ത് ഇക്വേഷൻ ഇതുപോലെ ഒന്ന് സോൾവ് ചെയ്ത് വെക്കാം. അതായത് 4 പ്ലസ് 3d ഈസ് ഈക്വൽ ടു 24. നമുക്ക് ഡിയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ഡിയുടെ വാല്യൂ, ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയേ. ഡിയുടെ വാല്യൂ എന്താണ്, ഡി ഈസ് ഈക്വൽ ടു 5c മൈനസ് 11. സോ ഇവിടെ ഡിയുടെ സ്ഥാനത്ത് 5c മൈനസ് 11 എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 5c മൈനസ് 11 ദാറ്റ് ഈസ് 4c പ്ലസ് 3 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് 5c മൈനസ് 11 ഈക്വൽ ടു 24. ഇനി 3 അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താകും 4c പ്ലസ് 15c മൈനസ് 33 ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. ദെൻ 4cയും 15cയും എന്താകും 19c എന്നാവും. 19c മൈനസ് 33 ഈസ് ഈക്വൽ ടു 24. ഇനി മൈനസ് 33 ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകും. ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 24 പ്ലസ് 33 എന്നാകും. 24 പ്ലസ് 33 57 ആണ്. സോ 19c ഈസ് ഈക്വൽ ടു 57. അപ്പോൾ c ഈസ് ഈക്വൽ എന്തെന്നാവും -19 ഈക്വലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ 57/19 എന്നാവും. ഡിവൈഡ് ചെയ്ത് നമുക്ക് c ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. നമുക്ക് ഓൾറെഡി അറിയാം വി നോ ദാറ്റ് ഡി എന്ന് പറയുന്നത് എന്താണ് 5c മൈനസ് 11 ആണ്. സോ സിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. സിയുടെ വാല്യൂ അവിടെ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യാം 3. 5 ഇൻറ്റു 3 മൈനസ് 11 ദാറ്റ് ഈസ് 15 മൈനസ് 11 എന്ന് കിട്ടും. ഡി ഈസ് ഈക്വൽ ടു എന്താകും 4 എന്ന് കിട്ടും. നമുക്ക് എല്ലാ വാല്യൂസും ആയല്ലോ. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു 3 ആൻഡ് ഡി ഈസ് ഈക്വൽ ടു 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 4 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിൾ 5 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ 4 ആണ് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം, ഇതെല്ലാം ഒരേ മെത്തേഡിനകത്തല്ലേ വരുന്നത്. ഡിഫിക്കൽട്ടി ബേസ് ചെയ്ത് ചെറുത് ആദ്യം അതിനുശേഷം വലുത്, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എന്തൊക്കെയാണ് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ബി സിയും അതുപോലെ തന്നെ എക്സ് വൈ ആൻഡ് ഇസഡ് ഇതും കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും, കുറച്ചുകൂടെ കൂടുതൽ വേരിയബിൾസ് കണ്ടുപിടിക്കാനുണ്ട്. 6 വേരിയബിൾസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ആദ്യം നോക്കിയേ. എക്സ് പ്ലസ് 3യുടെ സ്ഥാനത്ത് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് 0. ഇപ്പോൾ ഇക്വേഷൻ ആയിട്ടൊന്നും എഴുതുവാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുകയാണ്. എക്സ് പ്ലസ് 3യുടെ സ്ഥാനത്ത് 0 ആണ് കൊടുത്തിരിക്കുന്നത്. therefore എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് 3 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും -3. അതുപോലെ തന്നെ ഇസഡ് പ്ലസ് 4 ഈസ് ഈക്വൽ ടു 6 ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു എന്താകും 6 മൈനസ് 4 എന്നാകും. ദാറ്റ് ഈസ് ഇസഡ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അതുപോലെ എ ഈസ് ഈക്വൽ ടു എ മൈനസ് 1ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത് -3 ആണ്. therefore എ ഈസ് ഈക്വൽ ടു -1 അപ്പുറത്ത് പോകുമ്പോൾ +1 ആവും. -3 + 1 എ ഈസ് ഈക്വൽ ടു -2 എന്ന് കിട്ടും. ഇനി ബാക്കി നോക്കാം. ഇനി കുറച്ചുകൂടി വലിയ ടേംസ് ആണ്. 2y - 7 ഈസ് ഈക്വൽ ടു 3y - 2. രണ്ട് സൈഡിലും വേരിയബിൾസ് ആണ്. ഇത്ര നേരം നമ്മൾ ചെയ്തതിൽ റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് ആയിരുന്നു. ഇപ്പോൾ റൈറ്റ് സൈഡിലും കൂടെ വേരിയബിൾസ് ആയി. സോ വേരിയബിൾസ് എല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുവരാം, നമ്പേഴ്സ് എല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും 2y - 3y ഈസ് ഈക്വൽ ടു -2. ഈ -7 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ +7 എന്നാകും. 2y - 3y -5 എന്ന് കിട്ടും. അപ്പോൾ -y ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി.
therefore y is equal to -5 എന്നാകും. ഇനി അതുപോലെ നമുക്ക് നെക്സ്റ്റ് സി കണ്ടുപിടിച്ച് നോക്കാം. സി ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ഏതാണ്? 2c + 2 is equal to 0. +2 ഈക്വലിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകും -2 ആവും. 2c is equal to -2 എന്ന് കിട്ടും. c is equal to എന്താവും? 2 ഈക്വലിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ -2/2 -1. c is equal to -1 എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബി ആണ്. ബി കൂടെ ആകുമ്പോൾ എല്ലാവും b - 3 is equal to 2b + 4 എന്ന ഇക്വേഷൻ ഉണ്ട്. അതുപോലെ b - 2b is equal to 4 + 3. നമുക്ക് എന്ത് ചെയ്യാം? b - 2b ചെയ്യുമ്പോൾ -b എന്ന് കിട്ടും. 4 + 3 7 ആണ്. -b is equal to 7. therefore b is equal to -7. എല്ലാ വാല്യൂസ് ആയല്ലോ. എന്തൊക്കെ വാല്യൂസ് ആയി? a is equal to -2 എന്ന് കിട്ടി. b is equal to -7. c is equal to -1. x -3 ആണ്. y -5. z 2 ആണ്. ഇനി 3.1-ലെ 9th ക്വസ്റ്റ്യൻ ആണ്. ആലോചിച്ചോണം, ഇടയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്, കാരണം അതെല്ലാം വേറെ മെത്തേഡ്സ് ആണ്. വിച്ച് ഓഫ് ദ ഗിവൺ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ മേക്ക് ദ ഫോളോയിങ് പെയർ ഓഫ് മെട്രിക്സസ് ഈക്വൽ? ഇതിൽ ഏത് കണ്ടീഷൻ വരുമ്പോഴാണ് ഈ മെട്രിക്സ് ഈക്വൽ ആകുന്നത്? ഇതൊരു ചെയ്യാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏത് പെയർ വരുമ്പോഴാണ് ഈ മെട്രിക്സ് ഈക്വൽ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കാം. എക്സിൻ്റെ വാല്യൂസ് സോൾവ് ചെയ്ത് നോക്കാം. എക്സിൻ്റെ വാല്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. അതല്ല, എക്സിനോ വൈക്കോ 2 വാല്യൂസ് ഉണ്ടെങ്കിൽ ഈക്വേഷൻ പോസിബിൾ അല്ല. ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അതിനകത്ത് ബി നോട്ട് പോസിബിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സിന് വൈക്കും വാല്യൂസും വേറെ പല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കണ്ടുപിടിച്ച് നോക്കാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിനെ ബേസ് ചെയ്ത് 2 ഇക്വേഷൻസ് ആണല്ലോ. 3x + 7 is equal to 0 കൊടുത്ത് നോക്കാം. ഇപ്പോൾ 3x is equal to +7 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ -7 ആവും. x is equal to -7/3 എന്നാകും. അപ്പോൾ എക്സിന് ഒരു വാല്യൂ ആയി -7/3. ഇനി വേറൊരു ഇക്വേഷൻ 2 - 3x. 2 - 3x ഒക്കെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? -2 ആവും. -3x is equal to 4 - 2. 3x is equal to -2 എന്നാവും. therefore x is equal to -2/3. എക്സിന് ഇവിടെ എന്താണ്? 2 വാല്യൂസ്. എക്സിന് -7/3 എന്നും കിട്ടി, അതുപോലെ തന്നെ എക്സിന് -2/3 എന്നും കിട്ടി. എക്സ് cannot have 2 values. എക്സിന് 2 വാല്യൂസ് വരാൻ പാടില്ല. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ബി ആണ് കറക്റ്റ് ആൻസർ. സോ നമ്മളിവിടെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ടൈപ്പ് ഓഫ് മെട്രിക്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു, അതുപോലെ തന്നെ ഈക്വൽ മെട്രിക്സും സോൾവ് ചെയ്തു. ഇനി നെക്സ്റ്റ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സസ് ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ബൈ.